എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസന്റെ കണക്ക് ആകെ എനിക്ക് സർജറിക്ക് വേണ്ടി വന്നത് വെറും 50,000 രൂപയാണ് കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ. അൽഹംദുലില്ലാഹ് ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിലിറങ്ങി പിച്ചയ്ക്ക് പോവാ. ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ നല്ലത്. അതിലും അത്രയും എന്താ പറയാ, അത്രയും കൂടി നിങ്ങൾക്ക് ഈ അർഹത ഇല്ല ഈ മറ്റുള്ളവരുടെ ഇങ്ങനെ കുറ്റവും കുറവുകളും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പറയാനും. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് പൈസ കയറുന്നില്ല എന്നോ അങ്ങനെ എന്തൊക്കെ കുറെ പേര് പറഞ്ഞു. എന്തോ സെർവർ ഇഷ്യൂ എന്തൊക്കെ കാരണമാണ്. ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് വേണ്ടി QR കോഡ് ഇടുകയാണ്. ആരാണ് മോളെ ഇവിടെ പിച്ചെടുത്ത് ജീവിക്കുന്നത്? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സാജിദ ഷാജി. ഇവരുടെ വീഡിയോ ഞാൻ ചെയ്യാൻ ഇത്രയും താമസിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർ 330 വീഡിയോ നിലവിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഈ 330 വീഡിയോ ഷോർട്സ് ഉൾപ്പെടെ ഞാൻ ഇരുന്ന് കണ്ടു. എന്നാലും നമ്മൾ കുറ്റം പറയുന്നതിലൊരു വിലയുള്ളൂ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. ഹസ്ബൻഡ് മരണപ്പെട്ടപ്പോഴത്തേന് ഹസ്ബൻഡിന് ബിസിനസ് ആയിരുന്നു. ഇവർക്ക് 5 മക്കളുണ്ട്. ഈ മക്കളെയും കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് വളരെ പ്രയാസകരമായി തോന്നി. അങ്ങനെ സമയത്ത് ഇവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. യൂട്യൂബ് ചാനൽ ഇവരുടെ സ്ട്രഗിളുകളെല്ലാം ഇടുന്നു. പിള്ളേർക്ക് വയ്യാതാകുന്ന ഇടുന്നു. ഇവർക്ക് തൈറോയിഡിൻ്റെ മുഴ വന്നു, അതിന് ചികിത്സിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നു. അങ്ങനെ ഇവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ടിട്ട് നിരവധി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇവരുടെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു. അതും ഒരു കാരണമാണ് ഇവർ ഫേമസ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് റീച്ച് കൂടാൻ വേണ്ടി. അത് മാത്രമാണ് കാരണമെന്ന് ഞാൻ പറയുന്നില്ല, ഇവരുടെ കഴിവുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ റിയാക്ട് ചെയ്യുന്നു. ഇവർക്ക് നല്ലത് വന്നോട്ടെ, ഇവർ പോപ്പുലർ ആയിക്കോട്ടെ, യൂട്യൂബിൽ കൂടെ ഒരു വരുമാനം വന്നോട്ടെ, ഈ പിള്ളേർക്ക് ഒരു സപ്പോർട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന പല യൂട്യൂബേഴ്സും ഇവരെ റിയാക്ട് ചെയ്ത് ഒന്ന് പോപ്പുലർ ആക്കാൻ ശ്രമിക്കുന്നു. അത് പല പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സമയത്ത് ഇവർ അത്യാവശ്യം റീച്ചായി, അത്യാവശ്യം ക്യാഷായി, അത്യാവശ്യം ഫെയിമായി. അങ്ങനെ സമയത്ത് ഇവർ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എല്ലാം അടച്ചാക്ഷേപിക്കാൻ തുടങ്ങി. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വന്ന വഴി മറന്ന് ആടാൻ തുടങ്ങി. അങ്ങനെ സമയത്ത് ഇവരുടെ വീഡിയോസ് കണ്ടപ്പോഴത്തേനും ഇവർ പറയുന്നത് ഒരു സാധനം, ഒരാളെക്കുറിച്ച് ഒരു കുറ്റം പറയുന്നു, അതേ കുറ്റങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും കേട്ട് തന്നെ തുടങ്ങാം എന്താണ് സംഭവം എന്നുള്ളത്. ഇവർ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വിധവയാണെന്ന് കുറേ വീഡിയോയിൽ പറയുന്നു. ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു. മറ്റേ മാല മെഹറായിട്ട് കൊടുത്തിട്ട് ഇനി എന്നെ വിധവ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് അത് അവരുടെ കാര്യമാണ്, അതൊക്കെ ഇരിക്കട്ടെ. നമുക്ക് അതല്ല, ഈ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോ ആണ് എന്നെ ചൊടിപ്പിച്ചത്. നമുക്കത് കേട്ട് നോക്കാം. എൻ്റെ സംസാര രീതി മാറി, എനിക്ക് അഹങ്കാരം കൂടി, പണം ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട്. ഇന്നലെ സഫീന ബീവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ? ബീവി പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്ന് എനിക്ക് വീടായി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. സത്യം പറയട്ടെ, എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസന്റെ കണക്ക് ആകെ എനിക്ക് സർജറിക്ക് വേണ്ടി വന്നത് വെറും 50,000 രൂപയാണ് കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ. അൽഹംദുലില്ലാഹ്, ഞാൻ അതിന് ഒരു കുറ്റം പറയില്ല കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്രയെങ്കിലും എന്നെ സഹായിച്ചല്ലോ എന്നാണ്. ആ 50,000 പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ സർജറിക്ക് വേണ്ടിയിട്ട് പോയത്. അല്ലാണ്ട് ഈ പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ എൻ്റെ അക്കൗണ്ടിൽ ഈ ലക്ഷങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ ലക്ഷങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അടുത്ത സെക്കൻഡ് എന്താ ചെയ്യുക? ഒരു 5 സെന്റ് സ്ഥലം നോക്കിയിട്ട് ഞാൻ വേഗം സ്ഥലം മേടിക്കാൻ നോക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? വല്ല പഞ്ചായത്തിൽ അതിലൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാനൊരു വീട് വെക്കാനല്ലേ ഞാൻ ഫസ്റ്റ് നോക്കാം. ഇതിനകത്ത് ഇവരുടെ വീഡിയോയിൽ ഇപ്പം നിരവധി ആൾക്കാർ നിരന്തരമായിട്ട് പറയുന്ന കാര്യം, ഇവർക്ക് ഒരുപാട് അഹങ്കാരം കൂടിയെന്ന്. ഇവരുടെ കമൻറ്റ് ബോക്സിലല്ല, ഇവരുടെ വീഡിയോ കാണുന്ന ആളുകൾ റിയാക്ട് ചെയ്യുന്നതിന് തുടക്കം മുതൽ കണ്ടതിൽ എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇപ്പം ഞാൻ വലിയ സംഭവമായെന്നൊരു ഫീൽ ആൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവരുടെ ലുക്ക് വൈസ് ആയാലും, ഇവരുടെ സംസാര രീതി ആയാലും, ഇവർക്ക് സബ്സ്ക്രൈബേഴ്സിനോടുള്ള പുച്ഛമായാലും എല്ലാം ഒരു അഹങ്കാരം, ഇവരുടെ ഇതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഇവരെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ല. ഫസ്റ്റ് വീഡിയോ മുതൽ എല്ലാ വീഡിയോ ഇന്ന് ഇരുന്ന് കണ്ടു വന്നപ്പോഴത്തേനും എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഇവർ പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്നെന്ന് പറയുന്നു. വെറും 50,000 രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ വന്നത്. അതും സബ്സ്ക്രൈബേഴ്സ് സഹായിച്ചിട്ടാണ്. നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ. സബ്സ്ക്രൈബേഴ്സ് സഹായിച്ച് ഇവർക്കൊരു 50,000 രൂപ വന്നു. വെറും 50,000 രൂപ. നമുക്കൊക്കെ 50,000 വലുതാണ്, ഇവർക്ക് വെറും 50,000 രൂപ വന്നു. അതിലേക്ക് നമുക്ക് വരാം. നിങ്ങളിത് നോട്ട് ചെയ്തു. സബ്സ്ക്രൈബേഴ്സ് സഹായിച്ച് 50,000 രൂപ വന്നു. സഹായിച്ചെന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ, ആൾക്കാർ പൈസ ഇട്ട് കൊടുത്തതാണ്. നമുക്ക് ബാക്കി കാണാം. നമുക്കിതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ലാസ്റ്റ് പറയാം. ഒരാളുടെ സഹായം ഇല്ലാതെ എന്നെ നോക്കണം. ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എപ്പോഴും മാസം സഹായിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? അല്ല, അവര് അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചതിന് ഒരിക്കലും കുറ്റം പറയില്ല. പിന്നെ ഓരോരുത്തരും എനിക്ക് ഷാജി, ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നേർച്ചാക്കിയിട്ടുണ്ട് കേട്ടോ ഷാജി എന്ന് വിളിച്ച് പറയുന്നവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ അയച്ചു തരാൻ പറഞ്ഞാൽ എൻ്റെ മാസ വരുമാനം അതിലിതാവില്ല.
പിന്നെ നിങ്ങൾ പറയായിരിക്കും വീഡിയോ ഇട്ട് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെയാണ് എല്ലാവരും, എല്ലാ യൂട്യൂബേഴ്സും. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും നിന്നെ വെറുത്തു അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അത് കുറെ കുറ്റം പറയുന്നത്, അത് വിട്ടുകളാം. ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു കുറ്റം പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫുള്ള് കുറ്റം പറയുന്നത്, അത് വിട്ടുകളാം. ഇതിനകത്ത് ഇവർ പറയുന്നൊരു കാര്യം, സബ്സ്ക്രൈബേഴ്സ് എന്നെ എല്ലാ മാസവും സഹായിക്കുന്നുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? ഇല്ല, അന്നൊരു 50,000 രൂപ തന്നതേ ഉള്ളൂ. ഒന്ന്, സബ്സ്ക്രൈബേഴ്സ് എല്ലാ മാസവും സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ കാണുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? അതെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ വീഡിയോ നിരന്തരമായിട്ട് കാണുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും ആ ആൾ എൻ്റെ വളർച്ചയിലൊരു കാരണമാണ്. ആ ആൾ കാണുന്നത് കൊണ്ടാണ് എനിക്ക് പൈസ കിട്ടുന്നത്. സ്വാഭാവികമായ സാധനമാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും ലക്ഷ്യം അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ സഹായിക്കുന്നില്ലെന്ന് പറയുന്നത്? ഇവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇത് തന്നെ വേണം. നിങ്ങളെ അടച്ച് പുച്ഛിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കും. നോട്ട് ദാറ്റ് പോയിന്റ്. നേർച്ച നേർന്നിട്ടുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ ഇപ്പോഴും കൊടുക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചോ. അതൊക്കെയാണ് ഇവർ ഈ സാമ്പത്തികത്തെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞ് വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത്, സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ, ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി പിച്ചയ്ക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ നല്ലത്. അതിലും അത്രയും എന്താ പറയുക, അത്രയും കൂടി നിങ്ങൾക്ക് ഈ അർഹത ഇല്ല ഈ മറ്റുള്ളവരുടെ ഇങ്ങനെ കുറ്റവും കുറവുകളും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറയാനും. അതും അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ കുഴപ്പമില്ല. ഒന്നും അറിയാണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വെറും പുച്ഛ മാത്രമേ നിങ്ങളോടുള്ളൂ. അതും നമ്മളെ പോലെയുള്ള ആൾക്കാരനെയൊക്കെ തളർത്താൻ നോക്കണ്ടല്ലോ, കഷ്ടമാണ്. അപ്പൊ അത്രയ്ക്കുള്ളൂ. എന്താ പറയുക, നമ്മൾ അതായത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ കുറ്റം പറയുന്നതിന് പുച്ഛം മാത്രമേ ഉള്ളൂ. അതിൽ നല്ലത് പോയി പിച്ച എടുത്ത് ജീവിച്ചോളൂ എന്നാണ് നമ്മുടെ സേച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സേച്ചിയോടുള്ള എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സേച്ചി കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഷോർട്സിൽ ഈ ജൂബിലി ഹോസ്പിറ്റലിൽ, തൃശ്ശൂരുള്ള ഹോസ്പിറ്റലാണ് ഇവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവരിട്ടൊരു ഷോർട്സിൻ്റെ ചെറിയ ഭാഗം ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടോ. വിചാരിച്ചു കുഴപ്പമില്ല, ഇവിടെ വന്ന് സർജറി കാണിച്ചു, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുഴപ്പമില്ല, എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന പോലെയാണ്. അപ്പോൾ ഇവിടുന്ന് സർജറി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്കാനും കാര്യങ്ങളും ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടറെ നമ്മൾ കണ്ടു. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ഞാൻ നാളെ പറയാം. ഇത് വീഡിയോസ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്നതാണ്. ഞാനും ചാച്ചും ശിവവും മാത്രമേ വന്നിട്ടുള്ളൂ. ഉമ്മ അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് പൈസ കയറുന്നില്ലാന്നോ അങ്ങനെ എന്തൊക്കെ കുറേ പേര് പറഞ്ഞു. എന്തോ സർവർ ഇഷ്യൂ എന്തൊക്കെ കാരണമാണ്. ഇന്ന് റെഡി ആയിട്ടുണ്ട്, ഇന്ന് നോക്കിയിട്ടാണ്. അതായത് നാട്ടുകാരുടെ നിന്ന് പൈസ മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ സേച്ച് ചെയ്യുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസ അക്കൗണ്ടിൽ ഇട്ടിട്ട് കയറുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് സർവർ ഇഷ്യൂ ആണ്, നോക്കിക്കോളൂ എന്നൊക്കെയാണ് ഈ സേച്ച് പറയണത്. അതുപോലെ തന്നെ ഈ സേച്ചിയുടെ ബയോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാണിച്ചു തരാം ആരാണ് പിച്ച തിണ്ടുന്നതെന്ന്. ഇട്ട് കഴിഞ്ഞാൽ മൈ പോസ്റ്റ് അഡ്രസ്സ് എന്നിട്ട് അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അവരുടെ ഫോൺ നമ്പർ, മൈ അക്കൗണ്ട് നമ്പർ 578000, IFSC കോഡ് BARBO എന്നിട്ട് ഇട്ടിട്ടുണ്ട്. 5th ക്യാരക്ടർ 0. ഒരു കാരണവശാലും തെറ്റില്ല, കൃത്യമായി എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് വരണം. പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തെണ്ടി മേടിക്കണം. എനിക്ക് നിങ്ങളെല്ലാം താ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇനി അത് മാത്രമല്ല, ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3 മാസം മുമ്പ് ഇവരിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് വേണ്ടി QR കോഡ് ഇടുകയാണ്. അപ്പോൾ ഇവരുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് QR കോഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ ഫസ്റ്റ് കമൻ്റായിട്ട് അതിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് മൈ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, എന്നിട്ട് നമ്മൾ ആദ്യം കണ്ട സാധനം. എന്നിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റ്, പൈസ ഇട്ടിട്ടുണ്ട്, കഴിയുന്നത് പോലെ ചെറിയ സഹായം എപ്പോഴും ഉണ്ടാവും, GPay ചെയ്തിട്ടുണ്ട്, പിന്നെ അതെ ഇങ്ങനെ എല്ലാവരും QR ഫേക്ക് ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരവധി ആളുകൾ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം മാഡം 2 കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ പോയി പിച്ചെടുത്ത് ജീവിക്കാൻ പറയുന്നത്. ആരാണ് മോളെ ഇവിടെ പിച്ചെടുത്ത് ജീവിക്കുന്നത്? അതിനുള്ളൊരു ഉത്തരം മാത്രം തന്നു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത് മാത്രമല്ല, ഈ പുള്ളിക്കാരി ഞാനൊരു വലിയ സംഭവമാണെന്ന് ഇപ്പോൾ ചിന്തിക്കാനുണ്ടായ ഒരു കാരണം, അങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. വോയിസ് അല്ല, ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. ലാസ്റ്റ് വീഡിയോ തന്നെ കണ്ടന്റ് ആക്കിയിടുന്ന ഇപ്പൊ സുധീസ് വ്ളോഗ് ആയിക്കോട്ടെ, എന്താണ് കുറേ ചാനലുകാർ ഇങ്ങനെ റിയാക്ടിങ് വീഡിയോസും അല്ലാണ്ടും ഇപ്പം മെയിനായിട്ട് മഷൂറ എടുത്തിട്ടിട്ടുണ്ട്. മഷൂറ എനിക്ക് ഇപ്പൊ വിളിച്ചു, അവള് വീഡിയോ ചെയ്തതിന്റെ ശേഷം അവൾ എനിക്ക് വിളിച്ചു. അപ്പൊ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവൾ ഓരോ വീഡിയോസ് എന്റെ കാണേണ്ടത്. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്റെ നമ്പർ ഇട്ടിരുന്ന അവള് കണ്ടില്ലേ.
അപ്പൊ ഷാജി ഇപ്പൊ ഈ വീഡിയോ ചെയ്യണേ മുന്നേ അവൾക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാൻ, ഷാജി ഇതുപോലെ ആണോ, നിന്റെ കല്യാണം കഴിഞ്ഞോ, നിന്നെ പോലെ ജീവിക്കുന്നതാണ് ഞാൻ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മരിച്ചതാണ്, ഞാനും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് വിളിച്ച്, ഞാൻ നിന്റെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യട്ടെ, എൻ്റെ കമന്റ് ബോക്സിൽ ഇത്രയും ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. ഇപ്പൊ ഞാനൊരാളുടെ വീഡിയോ, ഞാനിപ്പോൾ മഷൂറാനെ കുറിച്ച് നാളെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മഷൂറാനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ആ വീഡിയോ. പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ഇതിൽ വന്നിട്ട് ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ മൊത്തത്തിൽ ഷാജിക്കുള്ള കുറ്റങ്ങളുള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് നമ്മളൊരു ഷോർട്സ് ഇട്ടാലും ഇപ്പൊ ഞാൻ പറയട്ടെ, മഷൂറ നീ പറഞ്ഞല്ലോ എന്താണ് മിനിറ്റിന് ഷോർട്സ് ഇടണെന്ന്, ഞാൻ പറയട്ടെ, ഞാൻ സഹോദരി താങ്കൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ മറ്റൊരാളെ കുറിച്ച് വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്യില്ലാന്ന്. ഈ ഒരു വീഡിയോക്കകത്ത് മഷൂറയെ കുറ്റം പറഞ്ഞ്, ആദ്യം എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ, അവരെ കുറ്റം പറഞ്ഞ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും കുറ്റം പറഞ്ഞു. താങ്കൾ ഈ മഷൂറയുടെ പേരെടുത്ത് തന്നെയല്ലേ കുറ്റം പറഞ്ഞേ, അതും മറ്റൊരാളെ അല്ലേ അതിനൊക്കെ യൂസ് ചെയ്തേക്കുന്നേ. ഇത് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പേരിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു വീഡിയോയും കൂടെ ഈ മൂലയ്ക്ക് വെക്കുന്നു എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്തോ, പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ നല്ലതെന്ന് ചിന്തിക്കില്ലേ. ഇവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇത് തന്നെ വേണം, ഞാൻ അത്രേ പറയത്തുള്ളൂ. നിങ്ങളെടുത്ത് തലേ വെക്കുന്നതാണ് പകുതി ആൾക്കാരെ. നിങ്ങളെടുത്ത് തലേ കയറ്റി വെച്ചിട്ട് അവർ വലിയ പൊസിഷനിലെത്തുമ്പോൾ നിങ്ങൾക്ക് പട്ടിപ്പുച്ചുക. തുടക്കത്തിൽ എല്ലാവരും ഓമ്പ്ര ആ ഒരു സാധനത്തിൽ നിൽക്കും. വലുതായി കഴിയുമ്പോഴത്തേന് നീ ഏതാ മാറിയിക്കടാ, നിൻ്റെ ഒന്നും സഹായം എനിക്ക് വേണ്ടെന്ന് പറയും. ഇവർ പറയുന്നത് കേട്ടില്ലേ, സബ്സ്ക്രൈബേഴ്സ് എല്ലാ മാസവും എനിക്ക് തരുമെന്ന്. സബ്സ്ക്രൈബേഴ്സ് തരും. സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകുന്നത്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാശ് കിട്ടുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പിച്ച് എടുത്ത് ജീവിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് QR കോഡ്, അക്കൗണ്ട് നമ്പർ, പിന്നെ എന്തൊക്കെയാ ഇനി പൈസ കിട്ടാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ടുണ്ട്. പേപ്പാൽ എല്ലാം കൂടെ എടുത്തിട്ട് ഇതും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫോൺ പേ ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ പേ മാത്രമല്ല ഫോൺ പേ ഇട്ടിട്ടുണ്ട്. ഇതിലെങ്കിലുമൊക്കെ പൈസ വരുന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യില്ലേ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം പിച്ച് എടുത്ത് ജീവിച്ചണം. പക്ഷേ എൻ്റെത് പിച്ചയല്ല, എനിക്ക് നിങ്ങളെല്ലാം അയച്ചു തരണം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം പിച്ച് എടുത്ത് ജീവിച്ചണം. നല്ലതാ, ബഹുത്ത് അച്ചാ ഹേ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ദയവ് ചെയ്ത് സഭ്യമായ ഭാഷയിൽ മാത്രം കമൻറ്റുകളുടെ മറ്റു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.